സന്നിധിയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ വന്നിരുന്ന് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. താങ്ങും തണലായിട്ട് നിൽക്കണ ജില്ലാ രക്ഷാധികാരിയാണ്. ഏറ്റവും ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കൊടുവായൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷികം 6 രാവും പകലും ആഘോഷമാക്കിക്കൊണ്ട് നമ്മുടെ ദേശത്തിൻ്റെ ഉത്സവം കൊടിയിറങ്ങുന്ന ധന്യമുഹൂർത്തമാണ്. ചങ്കളെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. പ്രശാന്ത് മണിമേളാണ്. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്തോളി. ഞാൻ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ AR നഗർ കൊടുവായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലാണ്. അപ്പോൾ ഇന്ന് തൈപ്പൂയ മഹോത്സവം അവസാന ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള ഘോഷയാത്ര ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് കട്ട വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കലാവിരുന്നൊക്കെ വേദിയിൽ അരങ്ങേറുന്നുണ്ട്. ഏതായാലും ചരിത്രപ്രസിദ്ധമായിട്ടുള്ള അമ്പലമാണ്. ഞങ്ങൾക്കൊക്കെ ഏറ്റവും എന്താ പറയുക പ്രധാനപ്പെട്ടൊരു അമ്പലമാണ് കൊടുവായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന അമ്പലങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഞങ്ങൾ തൈപ്പൂയത്തിൻ്റെ ഗംഭീരമായ കാഴ്ചകളൊക്കെ കാണിക്കുക. എന്താ മുത്തേ? ഓക്കെ അല്ലേ? അടിപൊളി. അതെ. നമ്മുടെ തൈപ്പൂയ കാവടി ഘോഷയാത്ര നമ്മുടെ ക്ഷേത്ര തിരുസന്നിധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. തൈപ്പൂയ കാവടി ഘോഷയാത്രയാണ്.
നമ്മുടെ പരിപാടി ആരംഭിക്കുകയായി. ക്ഷേത്ര തിരുസന്നിധിയിൽ പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ വന്നിരുന്ന് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ 6 ദിനരാത്രങ്ങളിലായി ഈ ക്ഷേത്ര സന്നിധിയിൽ അറിയിക്കുകയാണ്. ആരംഭിക്കുകയാണ്. പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഈ ഇരിപ്പിടങ്ങളിൽ വന്നിരുന്ന് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഹരിയോ കോട്ടയ്ക്കൽ കിഴക്കേ കോവിലകം കൊടുവായൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം പ്രതിഷ്ഠാ വാർഷികം തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായി അപ്പോൾ ചങ്കളെ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കണു. നമുക്കെല്ലാവർക്കും അറിയാം, കൽവിളക്കിൻ ശോഭയാർന്ന ഭക്തിസാന്ദ്രമായ അതിലുപരി ചരിത്രപ്രസിദ്ധമായ കേരളത്തിൽ ഇതിനെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് മലപ്പുറം ജില്ലയിലെ AR നഗർ പഞ്ചായത്തിലെ കൊടുവായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ തൈപ്പൂയ മഹോത്സവം ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും ഗംഭീരമായി തന്നെ അവിടെ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷവും 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഗംഭീരമായിട്ടുള്ള തൈപ്പൂയ മഹോത്സവത്തിൻ്റെ അവസാന ദിവസത്തെ ദൃശ്യവിസ്മയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ നാട്ടിലെ തന്നെ അമ്പലമാണ് കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഏറ്റവും വേണ്ടപ്പെട്ട അമ്പലമാണ്, തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും അമ്പലത്തിലെ ആ ഒരു തൈപ്പൂയ മഹോത്സവത്തിൻ്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ. ഇത് കാണാൻ ആഗ്രഹിച്ച ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടാവും, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ഒരുപാട് പ്രിയപ്പെട്ടവർ, നേരിട്ട് വരാൻ സാധിക്കാത്ത ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ടാവും. അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ട ഇത് കാണുന്ന എല്ലാവരും, ഈ തൈപ്പൂയത്തിൽ പങ്കെടുത്തവരും കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതിലേക്ക് വരാൻ സാധിക്കാത്തവരിലേക്കൊക്കെ എല്ലാ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട ഈ എന്താ പറയുക പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മളെ തൈപ്പൂയ മഹോത്സവം എല്ലാവരിലേക്ക് എത്തിക്കണം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ആദ്യമായിട്ടാണ് നമ്മളെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ പേജിലൂടെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ അടിച്ച് വെച്ചോളി. കൂടുതൽ വ്യത്യസ്തമായ വീഡിയോസുകൾ നിങ്ങളിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ യൂട്യൂബിലാണ് കാണുന്നത് വെച്ചാൽ ബെൽ ബട്ടൺ അടിച്ച് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്ത് വെച്ചോക്കൂ കേട്ടോ. ഒരുപാട് സന്തോഷം. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രശാന്ത് മണിമേളം.